എല്ലാവർക്കും നമസ്കാരം. മഞ്ചുട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൻശ്രീ ഹരി. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ല. ഇപ്പോൾ ആൻറ്റിമാരും വരാറില്ല, ആൻറ്റിമാർ വരുമ്പോഴത്തേനും ആൻറ്റിമാരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 2 കുട്ടി ഷെഫ്മാരുണ്ട്. നമ്മുടെ കിച്ചു സുനു ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് അവരെ കൊണ്ടിട്ട് നമ്മളൊരു ചാമ്പക്കാച്ചാറാണ് ഇടിക്കാൻ പോണത്. അപ്പോൾ ചാമ്പക്ക നമ്മൾ ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചാമ്പക്ക പറിച്ചപ്പോഴത്തേനും പിള്ളേർ പറിച്ചുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് കിളുന്തുമൊക്കെ ഇതിൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മളിന്ന് അച്ചാറിടാൻ പോവാണ്. അപ്പോൾ ഇന്ന് അവരെങ്ങനെ അച്ചാറിടാൻ നോക്കിയിട്ട് വരാം. നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാമ്പക്കയിൽ കുരുവുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ള നാര് അതെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ അച്ചാറിടാനായിട്ട്. അപ്പോൾ നമുക്ക് കത്തി വെച്ച് തന്നെ അത് 2ആയിട്ട് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കാം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്കങ്ങനെ ചെയ്തിട്ട് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പം നമ്മൾ റെഡ് ചാമ്പക്ക കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ചാമ്പക്ക നമ്മളിവിടെ വെച്ച് റെഡ് ചാമ്പക്ക ചീഞ്ഞ് തുടങ്ങിയപ്പോഴത്തേനും മുറ്റത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചാമ്പയിൽ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് വെച്ചിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളിപ്പോൾ പറിച്ചേക്കാണ്. ചാമ്പക്ക ഇവിടെ നിൽക്കുന്ന ചാമ്പക്ക കുറച്ചും കൂടി വലുതാവും, പക്ഷെ ഇത്രയും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാവും. അപ്പം മധുരമാവുന്നതിന് മുന്നേ എടുത്ത് അച്ചാറിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് വേപ്പില, അപ്പൊ നമ്മുടെ കുഞ്ഞു ഷെഫുമാരാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ടിട്ട് വേപ്പിലൊക്കെ ഇരിക്കണത്. അപ്പൊ അവിടുത്തെ അവരിടണതൊന്നും കറക്റ്റായിട്ട് വീഴുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ നമുക്കൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചാമ്പക്കയും കൂടി നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ചാമ്പക്കയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സുനുവാണ്. സുനുവൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ കിച്ചുവായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടിയാണ് അച്ചാറിടണത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുട്ടികളൊന്നും ഒറ്റക്കൊന്നും നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. കാരണം തീവച്ചുള്ള കളിയാണ്. മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ മേൽനോട്ടത്തിൽ അവർ ചെയ്യണ കൊണ്ടിട്ടാണ് നമ്മളിത് അവരെ കൊണ്ട് ചെയ്യിക്കണത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് അത് ആറി കഴിയുമ്പോൾ ഒഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിക്കുമ്പോൾ ഇതിനൊരു ചാറാകും. അപ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേരുണ്ടാക്കിയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് വിനാഗിരിയൊക്കെ ഒഴിച്ച് എന്തായാലും കഴിച്ച് നോക്കാം. അപ്പോൾ എനിക്ക് അച്ചാറൊന്നും കൂട്ടാൻ പാടില്ല, അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ എന്തായാലും കഴിക്കാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ടാറ്റ കൊടുത്ത്.